പാർട്ടിക്കുള്ളിലും സാമുദായിക സംഘടനകളിൽ നിന്നും കടുത്ത വിമർശനമുയർന്ന പശ്ചാത്തലത്തിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയ തീരുമാനത്തിൽ നിന്നും മുഖ്യമന്ത്രി പിന്നോട്ട് പോയേക്കും. നിയമസഭാ കക്ഷിയിലടക്കം ഒരു വിഭാഗം MLA-മാർ കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്താനാണ് നീക്കം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചതും കരിമണൽ മേഖലയ്ക്ക് സ്വകാര്യ കമ്പനികളെ കൊണ്ടുവരാനുള്ള തീരുമാനത്തിലും കൂടിയാലോചനകൾ ഉണ്ടായിട്ടില്ല എന്നതാണ് കോൺഗ്രസിലെ പൊതുവായ ആക്ഷേപം. നയപരമായ കാര്യങ്ങളിൽ കൂടിയാലോചന ഉണ്ടാകുമെന്ന് അതൃപ്തി പരസ്യമാക്കിക്കൊണ്ട് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്തെ ഗവൺമെന്റ് നടത്തുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരു പുതിയ ഗവൺമെന്റ് വന്നതേ ഉള്ളൂ. അപ്പോൾ ഗവൺമെന്റ് എടുക്കുന്ന നടപടികളിൽ ആർക്കെങ്കിലും പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ അത് പാർട്ടി തലത്തിൽ ചർച്ച ചെയ്യും. കാര്യം ഇത്രയേ ഉള്ളൂ, ഒരു ഗവൺമെന്റ് വന്നതേ ഉള്ളൂ, ഒരു മാസേ ആയിട്ടുള്ളൂ. ആ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ചില ആശങ്കകൾ ഉണ്ടാവും ചില ഭാഗത്ത്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ നടക്കുമുണ്ടാവും. പുതിയ ഗവൺമെന്റ് അല്ലേ. മദ്യനയത്തിന്റെ കാര്യത്തിലായാലും ധാതുമണലിന്റെ കാര്യത്തിലായാലും ചില ആശങ്കകൾ വരുന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരം ആശങ്കകൾ ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. മാത്രമല്ല, ഒരു പോളിസി ഡിസിഷൻസ് ഏതായാലും സംസ്ഥാനത്തെ ബാധിക്കുന്ന ഗവൺമെന്റ് തീരുമാനങ്ങളിലെ നയപരമായ തീരുമാനങ്ങളിൽ പാർട്ടിക്കകത്തും ചർച്ചയുണ്ടാവും. എക്സൈസ് മന്ത്രിയോട് പോലും കൂടിയാലോചന നടത്താതെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് നൽകിയതിൽ മന്ത്രിയും അതൃപ്തിയിലാണ്. നിയമസഭയിലെ ഓഫീസിലേക്ക് എക്സൈസ് കമ്മീഷണറെ മന്ത്രി വിളിച്ചു വരുത്തി. മദ്യനയത്തിൽ പ്രഖ്യാപിത നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയെന്ന് വിമർശിച്ച് സാമുദായിക സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ട്. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ വെള്ളം ചേർക്കരുതെന്നാണ് മലങ്കര സഭയുടെ വിമർശനം. വീര്യം കുറഞ്ഞത്, കൂടിയത്, ശുദ്ധം, വ്യാജം എന്നിങ്ങനെ മദ്യത്തെ തരം തിരിക്കുന്നത് വിഡ്ഢിത്തമാണെന്നും പുതിയ മദ്യനയം ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുന്നതാണെന്നുമാണ് കാന്തപുരം വിഭാഗത്തിന്റെ മുഖപത്രമായ സിറാജിലെ എഡിറ്റോറിയൽ വിമർശനം. PB അരുൺ ചേരുന്നുണ്ട്. അരുൺ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സർക്കാരിൻ്റെ 2 പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് വിവാദത്തിൽ. ഏറ്റവും പ്രധാനം ഈ മദ്യനയത്തിലെ മാറ്റമാണ്. എന്താണ് ഇപ്പോഴത്തെ നീക്കം? പാർട്ടിയിലെ സർക്കാരിലെ ഒരു വിഭാഗം മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിലെ രംഗത്ത് വരികയാണെങ്കിൽ ആ തീരുമാനം തിരുത്തേണ്ടി വരുമോ VD സതീശന്? എന്താണ് നീക്കം? തീർച്ചയായിട്ടും കടുത്ത സമ്മർദ്ദം, വലിയ തർക്കമുണ്ട് കോൺഗ്രസ് ഈ വിഷയത്തിൽ നിന്ന് വ്യക്തമാവുകയാണ്. നേരത്തെ KC വേണുഗോപാലിന്റെ ഇടപെടൽ നമ്മൾ കണ്ടതാണ്. അതിന് സമാനമായി നിയമസഭയിലും നീക്കങ്ങൾ നടക്കുന്നു. അല്പസമയം മുമ്പ് സംസാരിച്ചത് മാത്യു കുഴൽനാടനാണ്. KC പക്ഷത്തെ പ്രധാനപ്പെട്ട നേതാവാണ്. മുഖ്യമന്ത്രി തീരുമാനിക്കുന്ന ചർച്ചകളിലുടനീളം KCയുടെ ഗ്രൂപ്പ് മാനേജർ എന്ന നിലയിൽ പ്രവർത്തിച്ച നേതാവാണ് മാത്യു കുഴൽനാടൻ. KC ആലപ്പുഴയിൽ പറഞ്ഞതിന് സമാനമായ അല്ലെങ്കിൽ കുറച്ചുകൂടി കടുത്ത നിലപാട് അത് നേരിട്ട് VD സതീശൻ സർക്കാരിനെ കുറ്റപ്പെടുത്തുകയല്ല മാത്യു കുഴൽനാടൻ ചെയ്ത് LDF സർക്കാർ കഴിഞ്ഞ LDF സർക്കാരിനെ ചാരി, ഇപ്പോഴത്തെ പ്രതിപക്ഷത്തെ ചാരി കടുത്ത ആക്രമണമാണ് ഇപ്പോൾ മാത്യു കുഴൽനാടൻ സഭയ്ക്കകത്ത് സർക്കാരിനെതിരെ നടത്തിയത്. വളരെ കൃത്യമായുള്ള നീക്കമാണ്. ഈ അഴിമതി ഉണ്ട്, അതായത് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അഴിമതി ഉണ്ടെന്ന് ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നു. അതിന്റെ നെഗോസിയേഷൻ നടത്തിയത് കഴിഞ്ഞ സർക്കാരാണ്. അതുകൊണ്ട് തന്നെ ആ നെഗോസിയേഷൻ ഒരു പരിധിവരെ മുന്നോട്ട് പോയതാണ്. അതിനുശേഷം നടക്കാതെ വന്നു. അതുകൊണ്ട് തന്നെ അഴിമതി ഉണ്ടെന്ന് ഇപ്പോൾ അവർക്ക് വ്യക്തമാണ്. അവർക്ക് തന്നെ അതറിയാം. പക്ഷേ ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ വ്യക്തമായ ചില തീരുമാനങ്ങളുണ്ട്, വ്യക്തമായ നിലപാടുകളുണ്ട് എന്നാണ് മാത്യു കുഴൽനാടൻ. ഞങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടെന്നാണ് ഈ മദ്യ വിഷയത്തിൽ മാത്യു കുഴൽനാടൻ സഭയിൽ പറഞ്ഞത്. അതായത് ഈ വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യാനുള്ള അനുമതി നൽകാനുള്ള നീക്കം UDFന്റെ പ്രഖ്യാപിത നയത്തിന് മദ്യനയം UDF അവതരിപ്പിച്ചെങ്കിൽ പോലും അവരുടെ ഈ വിഷയത്തിൽ നിലപാടിന് ഘടകവിരുദ്ധമാണ്. അത് അംഗീകരിക്കാൻ കഴിയുന്ന സൂചനയാണ് മാത്യു കുഴൽനാടൻ നിയമസഭയിൽ നൽകിയത്. അതിൻ്റെ അത്ര കടന്നില്ലെങ്കിൽ പോലും KC വേണുഗോപാലിന്റെ പ്രതികരണം ആ രീതിയിൽ കാണണം. VM സുധീരൻ മുഖ്യമന്ത്രി കത്തയച്ചുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെടുന്നു. മറ്റന്നാളാണ് ഈ ബജറ്റ് ചർച്ച അവസാനിക്കുന്നത്. അതുവരെ VD സതീശൻ കാത്തിരിക്കുമോ അല്ലെങ്കിൽ അന്ന് തീരുമാനത്തിൽ പിന്നോട്ട് പോകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. നമുക്ക് ലഭിക്കുന്ന സൂചന അദ്ദേഹം ഇപ്പോഴും പിന്മാറാൻ തയ്യാറല്ല എന്ന് തന്നെയാണ്. സജിത്ത്, ഈ വിഷയത്തിൽ മാത്രമല്ല PMCയിലും അതിശക്തമായ വിമർശനം മാത്യു കുഴൽനാടന്റെ ഭാഗത്തുനിന്ന് അന്നത്തെ സർക്കാരിനെ എന്ന പേരിൽ മാത്യു കുഴൽനാടൻ വിമർശിക്കുന്നു സർക്കാരിനെ. അതായത് PMC RSSന്റെ പദ്ധതി എന്ന ഒരു ആരോപണമാണ് ഇപ്പോൾ മാത്യു കുഴൽനാടൻ സഭയിൽ ഉന്നയിച്ചത്. അതും വിമർശനം നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നും. കഴിഞ്ഞ സർക്കാരിനും ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിനും എതിരെ ആണ് എന്ന് തോന്നും. പക്ഷേ വളരെ കൃത്യമായി അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്. മനസ്സ് ഉറയ്ക്കുന്നതിന് മുമ്പ് കുട്ടികളിൽ മതചിന്ത നിറയ്ക്കൽ RSSന്റെ പ്രഖ്യാപിത അജണ്ടയാണ്. മനസ്സുറയ്ക്കുന്നതിന് മുമ്പ് കുട്ടികളിൽ മതചിന്ത നിറയ്ക്കൽ RSSന്റെ പ്രഖ്യാപിത അജണ്ടയാണ്. അവരുടെ പെറ്റ് പ്രോജക്റ്റാണ് PM ശ്രീ. ഇത് ചെയ്യരുതെന്ന് മന്ത്രിസഭയിൽ സഹപ്രവർത്തകർ തന്നെ നിങ്ങളോട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് RSSന്റെ പെറ്റ് പ്രോജക്റ്റ് നടപ്പാക്കാൻ ഇപ്പോഴത്തെ സർക്കാരും
തീരുമാനമെടുത്ത സാഹചര്യം കൂടി നമ്മൾ ഇതുമായി ചേർത്ത് വയ്ക്കണം. അതായത് LDF സർക്കാരിനെതിരെയാണ്, അപകടമാണ്, അബദ്ധമാണെന്ന് അറിഞ്ഞുകൊണ്ട് LDF നടപ്പാക്കിയതാണിത്. ഈ സംസ്ഥാനത്തിന്റെ മതേതര സ്വഭാവം തകർക്കുന്നതാണിത്. RSSന്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങിയാണ് PMCയിൽ ഒപ്പിട്ടത്. നിങ്ങൾ ഞങ്ങൾക്കെതിരെ ഒരു വിരൽ ചൂണ്ടുമ്പോൾ 4 വിരൽ നിങ്ങൾക്കെതിരെ വരുമെന്ന് ഓർക്കണം. പിണറായി വിജയനെ പോലെ ഇത്രയധികം പരിചയമുള്ള ഒരു നേതാവ് ഇതിന്റെ അപകടം അറിയാതെയാണോ ഈ പദ്ധതിയിൽ ഒപ്പിട്ടത് എന്ന് ആണ് കുഴൽനാടൻ ചോദിക്കുന്നത്. അത് ആ വിരൽ ചൂണ്ടൽ പിണറായി വിജയനെതിരെ തോന്നാമെങ്കിലും VD സതീശനെതിരെ കൂടി എന്ന് വേണം നമുക്ക് കൃത്യമായി അത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അപകടത്തിന്റെ ആഴവും അപകടവും അറിയാത്തത് കൊണ്ടാണോ പിണറായി വിജയൻ ഇതിന് തയ്യാറായത്? ഇരുട്ടിന്റെ മറവിൽ രാഷ്ട്രീയം കൊണ്ടുവന്നത് പിണറായി വിജയനും കൂട്ടരും എന്ന് പറഞ്ഞ് വിമർശിക്കുമ്പോൾ അതേ രാഷ്ട്രീയം ഏറ്റുപിടിക്കുന്ന അതേ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതേ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കരാറുമായി മുന്നോട്ട് പോകാൻ തീരുമാനമെടുത്ത VD സതീശനെതിരെ കൂടിയുള്ള വിരൽ ചൂണ്ടലാണ് മാത്യു കുഴൽനാടന്റെ പ്രസംഗമെന്ന് വ്യക്തമാണ്. കോൺഗ്രസിൽ ഈ 2 കാര്യങ്ങളിലും കടുത്ത ഭിന്നതയുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു പ്രസംഗമാണ് അല്പസമയം മുമ്പ് മാത്യു കുഴൽനാടൻ നിയമസഭയിൽ നടത്തിയത്. അരുൺ, ഇപ്പോഴത്തെ ഈ നീക്കങ്ങൾക്കൊരു പിന്നാമ്പുറ കഥ കൂടി ഉണ്ടല്ലോ. സർക്കാർ രൂപീകരണവും മുഖ്യമന്ത്രിയെ തീരുമാനിച്ചതുമൊക്കെ ഉണ്ടാക്കിയ വലിയ വിവാദമറിയാം. അപ്പോൾ ഒരു വിഷയം കാത്തിരിക്കുന്ന മറുചേരിക്ക് മുന്നിലേക്ക് ഒരു ആയുധം എറിഞ്ഞു കൊടുക്കലായി ഈ വിഷയം മാറിയോ എന്ന ചോദ്യമുണ്ട്. മുഖ്യമന്ത്രി തിരുത്തുമോ എന്ന ചോദ്യത്തിന് തിരുത്തിയാൽ ഒരു പിന്നോട്ട് പോക്കാണ്. അതല്ല, മുഖ്യമന്ത്രി മുൻ നിലപാടിൽ ഉറച്ചു നിന്നാൽ മറുചേരിയും കരുതലിലായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും സയ്യിദ്, ഇപ്പോൾ ഈ വിഷയത്തിൽ മുൻ ധനമന്ത്രി കൂടിയായ KN ബാലഗോപാലിന്റെ പ്രതികരണം ഉണ്ടാകും. മദ്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതുപോലെ തന്നെ സ്വാഭാവികമായും മാത്യു കുഴൽനാടന്റെ ഇപ്പോൾ സഭയിലെ പ്രസംഗത്തിനും പ്രതിപക്ഷ നിലപാട് നമുക്കറിയാം. അല്പസമയത്തിനകം അദ്ദേഹം ഇവിടെ മാധ്യമങ്ങളെ കാണും. KN ബാലഗോപാൽ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അതിന്റെ തത്സമയ സംരക്ഷണത്തിലും പോകാനാകുമെന്ന് കരുതുന്നു. യെസ്, എന്തായാലും അസാധാരണ സാഹചര്യങ്ങളിലേക്ക് പോവുകയാണ്. സർക്കാരിൻ്റെ 2 പ്രധാനപ്പെട്ട വിവാദ തീരുമാനങ്ങൾ. ആ വിവാദ തീരുമാനങ്ങളാണ് ഇതിനെ ഇടവയ്ക്കുകയും ചെയ്യുന്നത്. നേരിട്ട് നിയമസഭയിൽ ഈ മാത്യു കുഴൽനാടൻ അടക്കമുള്ളവർ പുതിയ സർക്കാരിനെതിരായ നിലപാടിലേക്ക് പോയിട്ടില്ലെങ്കിൽ കൂടിയും പക്ഷേ അത് സംഭവിക്കുന്നത് കടുത്ത നീക്കങ്ങളിലേക്ക് തന്നെ പോകുന്നു എന്നതാണ് സാഹചര്യം. KC വേണുഗോപാൽ അടക്കം തങ്ങളുടെ വിയോജിപ്പുകൾ തുറന്നു പറയുന്നു. KCക്കൊപ്പം നിൽക്കുന്ന MLA മാരടക്കം ഇനി എന്ത് നിലപാടെടുക്കുമെന്നതും വളരെ പ്രസക്തമാണ്. എന്തായാലും 2 തീരുമാനങ്ങളും തിരുത്തേണ്ടി വരുമോ, അതല്ലെങ്കിൽ ഉറച്ചു നിന്നാൽ അതുണ്ടാക്കുന്ന രാഷ്ട്രീയ വെല്ലുവിളി ഒട്ടും ചെറുതായിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.